സ്റ്റുഡൻസ് ലാസ്റ്റ് വീഡിയോ പെട്ടെന്ന് അത് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒമേഗ 0 ഔട്ട് സൈഡ് എടുത്തു, സി കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും രണ്ട് ടേം. എന്നിട്ട് നമ്മൾ 1+x എന്ന് പറയുന്ന ടേം അതിൻ്റെ ഓൾ റൈസ് ടു ഹാഫ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ടേം പ്ലസ് വരുന്ന ടേംസ് 1/2 2e²/cr³ മൈനസ് 1/8 2e²/cr³ ദി ഓൾ റൈസ് ടു 2 അങ്ങനെ വരുന്ന ടേമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ 0 പോയിൻ്റ് എനർജി ഓഫ് ദ സിസ്റ്റം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് ഓഫ് h ക്രോസ് ഓഫ് ഒമേഗ s പ്ലസ് ഒമേഗ ആയിരിക്കും. നമുക്ക് ഹാഫ് CX1² പ്ലസ് ഹാഫ് CX2² ആണല്ലോ എന്ത് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഈ ഒരു എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ 0 പോയിൻ്റ് എനർജി ഉണ്ടാക്കുന്നത്. 0 പോയിൻ്റ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് C × 1/√2 നമുക്ക് XSൻ്റെ XAൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x1² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x2² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2x² 2xa² കൂടെ ബാക്കി വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2C × x² പ്ലസ് xa² വരും. ഹാഫ് CX² ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് h ക്രോസ് ഓഫ് ഒമേഗ s, ദെൻ നെക്സ്റ്റ് വണ്ണിൻ്റെത് ഹാഫ് ഓഫ് h ക്രോസ് ഒമേഗ a എന്ന് പറയുന്ന ഒരു ടേം വരും. അപ്പോൾ ഇതാണ് നമ്മൾ 0 പോയിൻ്റ് എനർജി. ഇൻട്രാക്ഷൻ വന്നതുകൊണ്ട് ഇത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. ഇനി ഇൻട്രാക്ഷൻ വന്നതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു വേരിയേഷൻ വരും. ΔU എന്ന് പറയുന്ന ഇത് വരുന്നുണ്ട്. ഹാഫ് ഓഫ് h ക്രോസ് Δω(s) പ്ലസ് Δω വരും. അതിൻ്റെ വേരിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -h ക്രോസ് ω0 ഇൻറ്റു ആ സെക്കൻഡ് ടേം 1/8 ഇൻറ്റു 2e²/cr³ റേസ് ടു ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം. അതായത് ഇത്രയും എനർജിയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതിൻ്റെ 0 പോയിൻ്റ് എനർജിയിൽ കപ്ലിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്ഷനെ കൊണ്ട് ചേഞ്ച് വന്നിട്ടുള്ളത്. ഈ എനർജി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത് മൈനസ് ആണ് സൈൻ വന്നിട്ടുള്ളത്. സോ ഇറ്റ് മീൻസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാൻ പറ്റും. ഓർ ഈ ബാക്കിയെല്ലാം കോൺസ്റ്റൻസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -a/r⁻⁶ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് attractive interaction varies as the -6th power of the separation of the two oscillators, so which is called the Vanderwaals interaction or Vanderwaal-London interaction or induced dipole interaction എന്ന് പറയാൻ പറ്റും. ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് എ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h ക്രോസ് ω0 ഇൻറ്റു α² എന്ന് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ആൽഫ അതിൻ്റെ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ആയിരിക്കും. So this is the principal attractive interaction in crystals of inert gases and also in crystals of many organic molecules. It is a quantum effect because ΔU tends to 0 as h cross tends to 0. That is the 0 point energy of the system is lowered by the dipole coupling, and A is approximately equal to h cross ω0 into a² നമുക്ക് approximate ചെയ്യാൻ പറ്റും for identical atoms. So the conclusion which we can make from here is that the cohesive energy of the inert gases are very low. That is the energy to the formation of crystal is very the formation of crystal is very weak in the case of inert gases, because the outermost electron configuration is that is similar to a free atom. Then suppose if there is a chance of coming to these inert gas atoms together, then there is a possibility of some types of attraction, and that attraction is very low, but there is a chance of that type of attraction which can change the electron distribution around the inert gas atoms, and that change is of the order of that is an attractive interaction. And so there is a slight chance of two inert gas atoms together, and the interaction energy is proportional to 1/r⁶. That is where r is the distance between the two atoms. So that type of an interaction we can call it as the this Vanderwaals-London interaction. So by using Vanderwaals-London interaction, we can explain the this crystal formation in the case of inert gas molecules. Although it is the cohesive energy is very
small. Okay.